ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു കഥയാണ് കാണാൻ പോകുന്നത്. പ്രേതകഥകൾ പല രീതിയിലും സിനിമകളായി വന്നിട്ടുണ്ടല്ലേ, എന്നാൽ അതെല്ലാം വിശ്വസിക്കാൻ തോന്നുന്നതും അല്ലാത്തതുമാവാം. നമ്മളെല്ലാവരും വീട്ടിൽ എന്തെങ്കിലും അസ്വാഭാവികമായി അനുഭവപ്പെടുമ്പോൾ അത് പ്രേതമാണെന്ന് കളിയാക്കി പറയും. ചിലർ ആ കഥകളെല്ലാം വിശ്വസിച്ച് പേടിക്കുകയും ചെയ്യും. ഇവിടെ നമ്മുടെ കഥയിൽ ഒരു ഫാമിലിയിലെ ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന നെഗറ്റീവ് എനർജിയും അവരുടെ വീട്ടിൽ നടക്കുന്ന അസ്വാഭാവിക കാര്യങ്ങളുമെല്ലാം കാണുമ്പോൾ നമ്മളും അത് പ്രേതമാണെന്ന ഒരു ചിന്തയിലേക്കാകും ആദ്യം പോവുക. എന്നാൽ അവരുടെ വീട്ടിൽ അരങ്ങേറുന്ന പ്രേതകഥകൾക്ക് സമാനമായ സംഭവങ്ങൾക്ക് പിന്നിൽ ആരാണെന്നും വിചിത്രമായ ആ അതിഥികൾ വരുന്നതിന് ശേഷം ആ കുടുംബത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വന്നു എന്നെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കാണിച്ചു തന്ന 2013 പുറത്തിറങ്ങിയ ഒരു സ്കൈഫൈ ത്രില്ലർ മൂവിയായ ഡാർക്ക് സ്കൈസ് ആണ് നമ്മൾ ഇന്ന് എക്സ്ട്രാ ടിക്കറ്റിലൂടെ കാണാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സിറ്റിയിലെ കുറെ കുടുംബങ്ങൾ കുട്ടികളുമായെല്ലാം താമസിക്കുന്ന ഒരു ഹൗസിംഗ് ഏരിയയാണ്. അവിടെയാണ് നമ്മുടെ കഥയിലെ ഫാമിലിയും താമസിക്കുന്നത്. അച്ഛനും അമ്മയും 2 ആൺകുട്ടികളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. അതിലേ കാണുന്ന ചെറിയ കുട്ടിയാണ് വീട്ടിലെ ഇളയ മകൻ. അവന്റെ പേര് സാം കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും കൗതുകം തോന്നുന്ന പ്രകൃതമാണ്. ഇപ്പോ തന്നെ ഒരു പല്ലിയുടെ വാൽ മുറിഞ്ഞെന്ന് പറഞ്ഞ് അതിനെ എടുത്ത് ഒരു പെട്ടിയിലിട്ട് ശുശ്രൂഷിക്കുകയാണ് അവൻ. അതുകൊണ്ട് പല്ലിക്ക് ദോഷമാണോ അതോ നല്ലതാണോ എന്നറിയാൻ സാമിന്റെ അമ്മയായ ലെയ്സി അച്ഛനോട് സംശയം ചോദിക്കുന്നുണ്ട്. അച്ഛനതിന് മറുപടിയായി പറയുന്നത് തീർച്ചയായും പല്ലിക്ക് അതുകൊണ്ടൊരു ഉപകാരവുമില്ല എന്നാണ്. സാമിന്റെ അച്ഛന്റെ പേര് ഡാനിയേൽ എന്നാണ്. ഇനി നമ്മൾ ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട്. അതാണ് അവരുടെ മൂത്ത മകൻ ജെസി ഇപ്പോഴുള്ളത് അവന്റെ കൂട്ടുകാരനായ റാറ്റ്നറുടെ വീട്ടിലാണ്. ഡാനിയേലിന് റാറ്റ്നറിനെ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ കളിയാക്കി റാറ്റ് ഫേസ് എന്നാണ് വിളിക്കാറ്. ഇന്നിവരുടെ വീട്ടിൽ ഒരു ഡിന്നർ പാർട്ടി നടക്കുന്നുണ്ട്. അവിടെയുള്ള കുറച്ച് ഫാമിലീസ് എല്ലാം കൂടിയുള്ള ഗെറ്റ് ടുഗദറിന് വേണ്ടിയാണ് ഡാനിയേൽ ഈ ഫുഡെല്ലാം കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടു തന്നെ വേഗം വീട്ടിലേക്ക് വരാനായി ലെയ്സി ജെസിയെ ഫോൺ ചെയ്ത് പറയുന്നു. കൂട്ടുകാരന്റെ കൂടെ മോഡേൺ വാൾഫെയർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജെസി അമ്മയോട് പറയുന്നതെങ്കിലും ഈ പ്രായത്തിലുള്ള പല കുരുത്തങ്കെട്ട പിള്ളേരെ പോലെ തന്നെ വീട്ടുകാരറിയാതെ ഓരോ വീഡിയോസ് കണ്ടിരിക്കുകയായിരുന്നു രണ്ടും. എന്തായാലും അമ്മ പറഞ്ഞതനുസരിച്ച് ജെസി തിരിച്ചവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. അങ്ങനെ അവരുടെ വീട്ടിൽ ഡിന്നർ കഴിക്കാനായി ഫ്രണ്ട്സ് എത്തിയപ്പോൾ മുതിർന്നവരെല്ലാം ഓരോ ഗോസിപ്സും ലോക കാര്യങ്ങളുമെല്ലാം സംസാരിക്കുകയായിരുന്നു. സാം അപ്പോഴും ആ പല്ലിയെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അതും പറഞ്ഞ് അവിടെയുണ്ടായിരുന്ന മറ്റൊരു കുട്ടി അവനെ കളിയാക്കുന്നുമുണ്ട്. അതിനിടയിൽ ജെസിയുടെ ഫ്രണ്ട് റാറ്റ്നറിനെ കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ ഡാനിയേലും ജെസിയും തമ്മിൽ തർക്കമാകുന്നു. കാരണം ഡാനിയേലിന് റാറ്റ്നറിനെ തീരെ ഇഷ്ടമല്ല. അവന്റെ കയ്യിൽ എല്ലാ കുരുത്തക്കേടുമുണ്ട്. പോരാത്തതിന് അവൻ ജെസിയേക്കാളും പ്രായമുള്ള പയ്യനാണ്. ഇതെല്ലാം പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷെല്ലി എന്നു പേരുള്ള പെൺകുട്ടി ജെസിയെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഡിന്നറിന് ശേഷം ഡാനിയേലും ലെയ്സിയും റൂമിലെത്തുമ്പോൾ ലെയ്സിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അവൾ വർക്ക് ചെയ്യുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിലായിരുന്നു. അവിടെ പല ക്ലയൻസിനും വീടുകൾ കാണിച്ച് അത് സെൽ ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കുകയാണ് ലെയ്സി. എന്നാൽ ഡാനിയേലിന് നിലവിൽ ജോലിയൊന്നുമില്ലാത്ത സിറ്റുവേഷൻ ആണ്. അയാൾ ജോലിക്കായി പല ഇന്റർവ്യൂസ് എല്ലാം നോക്കുന്നുമുണ്ട്. ഇവിടെ ജെസിയും സാമും 2 മുറികളിലാണ് കിടക്കുന്നതെങ്കിലും ഒരു വാക്കി ടോക്കി ഉപയോഗിച്ച് സാമിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ജെസി. എല്ലാ ദിവസവും രാത്രി കിടക്കാറാകുമ്പോൾ ഇവർക്കിതൊരു പതിവാണ്. സാൻഡ്മാൻ എന്നൊരു ക്യാരക്ടറുള്ള കഥാപുസ്തകമാണ് ജെസി സാമിനായി എന്നും വായിച്ചു കൊടുക്കുന്നത്. സാമിനാണെങ്കിൽ ഈ കഥ കേൾക്കുന്നത് പേടിയുമാണ്. എന്നാൽ ഉറങ്ങാനായി കഥ കേൾക്കുകയും വേണം. സാൻഡ്മാൻ ആളുകളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ചന്ദ്രനിലുള്ള അവന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതാണ് കഥ. അതുകൊണ്ട് തന്നെ സാൻഡ്മാൻ സാമിന്റെ കണ്ണുകൾ മോഷ്ടിക്കുമോ എന്ന് സാം പേടിക്കുന്നുണ്ട്. അതുകാരണം അവന്റെ കണ്ണുകൾ തീരെ ചെറുതല്ലേ എന്നവൻ പരിഭവപ്പെടുന്നു. ജെസിക്ക് സാമിനോടുള്ള അതിയായ സ്നേഹം കാരണം ആദ്യം സാൻഡ്മാൻ ജെസിയുടെ കണ്ണായിരിക്കും എടുക്കുക എന്നും പേടിക്കേണ്ട എന്നും സാമിനോട് പറയുന്നു. അങ്ങനെ സ്ഥിരമായി പറയുന്നത് പോലെ
ലൂണാർ ബേസ് ഓവർ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഉറങ്ങുന്നു. കുറച്ചുനേരം കഴിയുമ്പോൾ ലേസി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. അവൾ ആദ്യം സാമിന്റെയും ജെസ്സിയുടെയും മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ രണ്ടുപേരും നല്ല പോലെ ഉറങ്ങുന്നു. ശേഷം അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാ ഭക്ഷണ സാധനങ്ങളും അലങ്കോലമായി നിലത്ത് കിടക്കുന്നു. ചിലതെല്ലാം ആരോ കഴിച്ചിട്ട പോലെയുണ്ട്. മാത്രമല്ല പുറത്തേക്കുള്ള ഡോറാണെങ്കിൽ ഓപ്പണായി കിടക്കുകയായിരുന്നു. വേഗം അതടച്ച് ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. ശേഷം രാവിലെയാകുമ്പോൾ ഡാനിയൽ ആ ഡോർ ഇനി രാത്രിയിൽ ലോക്ക് ചെയ്തിട്ടേക്കണമെന്ന് എല്ലാവരോടുമായി പറയുന്നു. എന്നാൽ കുട്ടികൾ രണ്ടുപേരും ആ ഡോറിൽ തൊട്ടിട്ട് പോലുമില്ല എന്ന് അവരുടെ ഭാഗം പറയുന്നുണ്ട്. എന്തായാലും ജെസ്സിയുടെ സംശയം ഏത് മൃഗമാണ് വൃത്തിയായി തൊലിയെല്ലാം കളഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് എന്നായിരുന്നു. അതൊരു മുയലായിരിക്കുമെന്ന് ഡാനിയൽ പറയുമ്പോൾ ജെസ്സി പറയുന്നത് അത് ചിലപ്പോൾ ജനിതക മാറ്റം വന്നൊരു പല്ലിയായിരിക്കുമെന്നാണ്. സാം ആ പല്ലിയുടെ കുഞ്ഞിനെ പിടിച്ചു വെച്ചതിന്റെ കലിപ്പ് തീർത്തതായിരിക്കുമെന്നവൻ കളിയാക്കി പറയുന്നു. ഇതിനുശേഷം ഡാനിയൽ പുതിയ ജോലിക്കായുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി പോകുന്നു. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഡാനിയലിന് ആ ജോലി കിട്ടുന്നില്ല. കാരണം മുൻപുണ്ടായിരുന്ന കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് അയാളെ കമ്പനി പിരിച്ചുവിട്ടതായിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഏത് കാരണത്തിന്റെ പേരിലാണെങ്കിലും പുതിയൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെയായിരുന്നു ഡാനിയലിന്റെയും കാര്യം. അയാൾക്കതിൽ നല്ല അമർഷമുണ്ടായിരുന്നു. എന്നാൽ വീട്ടിൽ ഒരുപാട് ലോണും EMIയും എല്ലാം ഉള്ളതുകൊണ്ട് ഇന്റർവ്യൂ നന്നായിരുന്നുവെന്നും ചിലപ്പോൾ അടുത്താഴ്ച അവർ കോണ്ടാക്ട് ചെയ്യും എന്നെല്ലാമാണ് ഡാനിയൽ ലേസിയോട് പറയുന്നത്. സത്യം പറഞ്ഞവരെ വിഷമിപ്പിക്കേണ്ട എന്നയാളും കരുതി. അന്ന് രാത്രിയാകുമ്പോൾ ഡോറുകളെല്ലാം ലോക്കല്ലേ എന്ന് ലേസി പ്രത്യേകം ചെക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സാമും ജെസ്സിയും ഇപ്പോഴും ഉറങ്ങാതെ വാക്കി ടോക്കിയിൽ കഥ പറഞ്ഞു കിടക്കുന്നത് കാണുന്ന ലേസി അവരെ ഉറങ്ങാനായി നിർബന്ധിക്കുന്നുമുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഉറക്കമായി. കുറച്ചുനേരം കഴിയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന ലേസി നേരെ അടുക്കളയിലേക്ക് പോകുന്നു. കിച്ചണിലെത്തുന്ന ലേസി കാണുന്നത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. കിച്ചണിലെ പാത്രങ്ങളും സാധനങ്ങളും എല്ലാം ചേർത്ത് ഒരു ജോമെട്രിക് രൂപം പോലെ അടക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ മിന്നൽ മുരളി സിനിമയിൽ ടൊവീനോ കുറെ പുട്ടുകുടവും സാധനവുമെല്ലാം അടക്കി വെക്കില്ലേ, അതിന്റെ ഒരു ബിഗ്ഗർ വേർഷനായിരുന്നു ഇവിടെ കണ്ടത്. അത് കണ്ട് ഞെട്ടുന്ന ലേസി പെട്ടെന്ന് തന്നെ ഡോർ ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പെട്ടെന്നാണ് ലേസിയുടെ പുറകിലാരോ തട്ടുന്നത്. അപ്പോൾ തന്നെ ലേസി പിറകിലേക്ക് നോക്കുമ്പോൾ അത് നമ്മുടെ സാമായിരുന്നു. അവനെന്തോ ഒരു ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റ് വന്നതാണ്. അവനെ അമ്മ സാരമില്ല എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ സാം ആ പാത്രങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. ഇതാരാ ചെയ്തതെന്ന് സാമിനറിയാമോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അത് സാൻഡ്മാൻ ആണെന്നാണ്. സാൻഡ്മാൻ സാമിന്റെ സ്വപ്നത്തിൽ വന്നിരുന്നെന്നും അവന്റെ മുറിയിലേക്ക് വരുന്നതിന് മുൻപ് സാൻഡ്മാൻ തന്നെയാണ് കിച്ചണിൽ ഇതെല്ലാം ചെയ്തു വെച്ചതെന്നും സാം അമ്മയോട് പറയുന്നു. അത് കേട്ട് ലേസിയുടെ മുഖത്തുണ്ടാവുന്ന ഭയം നമുക്ക് കാണാം. എന്തായാലും അടുത്ത ദിവസം രാവിലെ തന്നെ പോലീസ് അവരുടെ വീട്ടിൽ വന്ന് അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. പോലീസുകാരന്റെ സംശയം ഈ വീട്ടിലെ കുട്ടികളെ തന്നെയാണ്. കാരണം ഇതിനു മുൻപ് മറ്റൊരിടത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ രാവിലെ ആകുമ്പോൾ കിച്ചൺ ഫുൾ അലങ്കോലമായി കിടക്കുന്നത് കണ്ട് പോലീസിനെ വിളിച്ചു. പിന്നീടാണ് മനസ്സിലായത് ആ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു അത് ചെയ്തതെന്ന്. ആ കുട്ടി സ്ലീപ്പ് ഈറ്റർ ആയിരുന്നു. അതൊരു കൈൻഡ് ഓഫ് അസുഖം തന്നെയാണ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക, ഭക്ഷണം കഴിക്കുക എന്നതൊക്കെ. പക്ഷെ ഇവിടത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ലല്ലോ. അടുക്കള വൃത്തികേടാക്കിയോ ഫുഡ് കുക്ക് ചെയ്തോ ഒന്നുമല്ല, മറിച്ച് ഒരു ഗണിതജ്ഞൻ കാട്ടുന്ന ജോമെട്രി തമാശ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊന്നും ചെയ്യാൻ സാമിനോ ജെസ്സിക്കോ സാധിക്കില്ല എന്നാണ് ഡാനിയൽ പറയുന്നത്. എന്നാൽ ആ പോലീസുകാരൻ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെ സെക്യൂരിറ്റി അലാം ഓണാക്കാനായി അയാൾ നിർദ്ദേശിക്കുന്നു. അവരുടെ രാജ്യത്തെ വീടുകളിൽ ഇതുപോലൊരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. അതായത് വീട്ടിലേക്കാരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ അലാം ഓണാകും. അപ്പോൾ വീട്ടുകാർക്കും അലേർട്ടാകാൻ സാധിക്കും. ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള മെസ്സേജ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കും പോകും. എന്നാൽ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി ഡാനിയൽ സെക്യൂരിറ്റി അലാം ഓഫാക്കി ഇട്ടേക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സേഫായിട്ടിരിക്കാൻ അത് ഓണാക്കുവാൻ പറഞ്ഞ് പോലീസുകാരൻ പോകുന്നു. അതിനുശേഷം നമ്മൾ ലേസിയെ കാണുമ്പോൾ അവൾ ജോലിയുടെ ഭാഗമായി ഒരു ഫാമിലിക്ക് വേണ്ടി വീട് കാണിച്ചു കൊടുക്കുകയാണ്. ലേസി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ മുൻപേ കണ്ടതാണല്ലോ.
അങ്ങനെ ലേസി ആ വീടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആ ഫാമിലിയിലെ കുഞ്ഞിന് ഒരു ബ്രീത്തിങ് പ്രോബ്ലം വരുന്നു. ആ കുഞ്ഞിന്റെ അമ്മ ഉടനെ തന്നെ ഇൻഹെയിലർ എല്ലാം കൊടുത്ത് ഓക്കെ ആക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിന്റെ കാര്യമോർത്ത് അമ്മയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുന്ന ലേസി അവരെ ആശ്വസിപ്പിക്കാനായി ജെസ്സിയുടെ കഥ പറയുന്നു. നമ്മുടെ ജെസ്സിക്ക് കുഞ്ഞുനാളിൽ എപ്പോഴും അസുഖമായിരുന്നു. ലോകത്തുള്ള എല്ലാത്തിനോടും അലർജിയായിരുന്നു. അന്ന് ലേസി ഒരുപാട് പേടിച്ചിരുന്നു. പക്ഷെ ഓരോ ദിവസമായി തള്ളി നീക്കാൻ പഠിച്ചു. അങ്ങനെ അവൻ വളരും തോറും ഇതെല്ലാം കുറഞ്ഞു വന്നു. ഇപ്പോഴാണെങ്കിൽ ജലദോഷം വരുന്നത് പോലും കുറവാണെന്ന് ലേസി പറയുമ്പോൾ അതുപോലെ അവരുടെ കുഞ്ഞിന്റെയും അസുഖം മാറുമെന്ന് ആ ലേഡി ആശ്വസിക്കുന്നു. ഇവിടെ ലേസി അവരോട് ഇത്രയും തുറന്ന് സംസാരിച്ചത് കൊണ്ട് തന്നെ വീടിനെ പറ്റിയുള്ള അഭിപ്രായവും ഇതിപ്പോൾ വാങ്ങുന്നത് നല്ലതായിരിക്കുമോ എന്നും ആ ലേഡി ലേസിയോട് ചോദിക്കുമ്പോൾ ആ വീട് വിൽക്കുന്നതാണ് അവളുടെ ജോലിയെങ്കിലും ഒരു സുഹൃത്തിനെ പോലെ സത്യസന്ധമായി ഇത് വാങ്ങേണ്ട എന്നും ഇതിലും മികച്ചത് നിങ്ങൾക്ക് കിട്ടുമെന്നും ലേസി അവരോട് പറയുന്നു. അങ്ങനെ രാത്രിയാവുകയാണ്. ഡാനിയൽ സെക്യൂരിറ്റി അലാം എല്ലാം ഓണാക്കിയാണ് കിടക്കാനായി പോകുന്നത്. എന്നാൽ ജോലിയില്ലാത്തത് കൊണ്ട് ചിലവ് ചുരുക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ ടിവിയുടെ കേബിൾ കട്ട് ചെയ്താലോ എന്നാണ് അയാളുടെ ഇപ്പോഴത്തെ ചിന്ത. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ജോലി കിട്ടുമെന്നല്ലേ ഡാനിയൽ ലേസിയോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അയാൾ ജോലി കിട്ടില്ല എന്ന സത്യം അവളോട് തുറന്നു പറയുന്നു. ഇത് കേൾക്കുന്ന ലേസിക്ക് അവളോട് ഡാനിയൽ ഇത്രയും നേരം കള്ളം പറഞ്ഞതിനായിരുന്നു ദേഷ്യം തോന്നിയത്. അതിനെ തുടർന്ന് അവർ തമ്മിൽ വലിയൊരു വഴക്ക് തന്നെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകണ്ട് ഉറക്കം വരാതെ വിഷമിച്ചു കിടക്കുന്ന ജെസ്സിയെയും നമുക്ക് കാണാം. മറിച്ചല്ല സാമിന്റെയും അവസ്ഥ. സങ്കടപ്പെട്ട് കിടക്കുകയായിരുന്നു സാമും. അവനുടനെ ചേട്ടനെ വാക്കി ടോക്കിയിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ജെസ്സി അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ സാമിന്റെ ഫ്രണ്ട് ടൗ അവന്റെ അച്ഛനും അമ്മയും എന്നും വഴക്കിട്ടിട്ട് അവസാനം അച്ഛൻ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയ വിവരം അവനോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ വീക്കെൻഡിൽ മാത്രമാണ് ടൗവിന്റെ അച്ഛൻ അവനെ കാണാൻ വരുന്നത്. അതുപോലെ സാമിന്റെ അച്ഛനും ഇവരെ ഉപേക്ഷിച്ച് പോകുമോ എന്നവൻ ഭയപ്പെടുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സാമിനെ ജെസ്സി സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച് ജെസ്സിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. അവന്റെ കുടുംബത്തെ അത്രയധികം ഇഷ്ടമാണ്. അങ്ങനെ രാത്രി കുറേ വൈകുമ്പോൾ അവരുടെ സെക്യൂരിറ്റി അലാമിൽ നിന്നും ഭയങ്കര ശബ്ദം വരാൻ തുടങ്ങുന്നു. ഉടനെ തന്നെ എഴുന്നേൽക്കുന്ന ഡാനിയൽ കുട്ടികളെ രണ്ടുപേരെയും ഒരു മുറിയിലാക്കി എല്ലായിടത്തും നോക്കുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അയാൾക്കൊരു കോളും വരുന്നുണ്ട്. അവർ ഡാനിയലിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് ചെക്ക് ചെയ്യുമ്പോൾ വീട്ടിലാരും അതിക്രമിച്ച് കയറിയതായിട്ട് മനസ്സിലാകുന്നില്ല. എന്നാൽ സെൻസറിന് എന്തോ കംപ്ലൈന്റ് സംഭവിച്ചതുപോലെയാണ് തോന്നുന്നത്. ഏത് സെൻസറാണ് ട്രിപ്പായതെന്ന് ഡാനിയൽ ചോദിക്കുമ്പോൾ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് വീടിന്റെ 8 പ്രവേശന മാർഗങ്ങളും ഒരേ സമയം അതിക്രമിച്ച് കടക്കപ്പെട്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് സിസ്റ്റം മൊത്തത്തിൽ തകരാറിലായി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോഴാണ് ലേസി ഒരു കാര്യം ശ്രദ്ധിച്ച് സ്റ്റക്കായി പോകുന്നത്. ഡാനിയൽ ശ്രദ്ധിച്ച് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഫോട്ടോ ഫ്രെയിമുകളിലെയും ഫോട്ടോസ് മിസ്സായിരിക്കുന്നു. ഫോട്ടോസ് ഇല്ലാത്ത ഫ്രെയിമുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതും കൂടി കാണുമ്പോൾ ഡെയ്സിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. രാവിലെ ആ പോലീസുകാരൻ വരുമ്പോൾ അയാൾക്കിപ്പോഴും സംശയം ഇവിടുത്തെ കുട്ടികളെ തന്നെയാണ്. അതിനോട് യോജിക്കാൻ ഡാനിയൽ തയ്യാറാവുന്നില്ലായിരുന്നു. എന്നാൽ ഭാര്യയോടും ഡാനിയലിനോടും കുട്ടികൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നെല്ലാമാണ് പോലീസുകാരൻ വീണ്ടും ചോദിക്കുന്നത്. അപ്പോഴേക്കും അവിടേക്ക് സെക്യൂരിറ്റി സിസ്റ്റം ചെക്ക് ചെയ്ത ടെക്നീഷ്യൻ വരുന്നു. ടെക്നീഷ്യൻ പറയുന്നത് സിസ്റ്റത്തിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ്. എന്നാൽ എങ്ങനെയാണ് അത് ഓണായതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അയാൾ പറയുന്നത് ആരും ഇവിടെ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നു തന്നെയാണ്. ഇതും കൂടിയാകുമ്പോൾ ഒരു കൺഫർമേഷന് വേണ്ടി ഡാനിയൽ കുട്ടികളെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അവരാണോ ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ ഉറക്കത്തിലായിരുന്നു എന്ന് ജെസ്സി ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ഡെയ്സി സാമിനോട് സാൻഡ്മാനെ കുറിച്ചുള്ള സ്വപ്നം വീണ്ടും കണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഡാനിയലിന് ഒന്നും മനസ്സിലാകുന്നില്ല. സാൻഡ്മാനാണോ ആ ഫോട്ടോസ് എടുത്തതെന്ന് ലേസി സാമിനോട് ചോദിക്കുമ്പോൾ അവനത് പറയാൻ പറ്റില്ല എന്നും സാൻഡ്മാൻ അത് പറയരുതെന്ന് പ്രോമിസ് ചെയ്യിപ്പിച്ചു എന്നുമാണ് സാം പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഡാനിയലിന് നല്ല ദേഷ്യം വരുന്നു. കാരണം വീട്ടിൽ നടക്കുന്ന കുട്ടിയുടെ ഇത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ അയാളോട് ആരും പറഞ്ഞിരുന്നില്ലല്ലോ. ഡാനിയൽ ഉടനെ സാമിന്റെ മുറിയിൽ ആ ഫോട്ടോസ് എല്ലാം തിരയാനായി ആരംഭിക്കുന്നു. പക്ഷേ ലേസിയുടെ ഇപ്പോഴത്തെ പ്രശ്നം ആ കാണാതായ ഫോട്ടോസ് ഒന്നുമല്ല, മറിച്ച് സാമിന്റെ ഇത്തരം തോന്നലുകളും സ്വപ്നങ്ങളുമാണ്.
അതിനെക്കുറിച്ച് സംസാരിക്കാൻ ലെയ്സി ഡാനിയലിനെ വിളിക്കുമ്പോൾ ഇതുവരെ സംസാരിക്കാൻ തോന്നാത്ത വിഷയം ഇനി സംസാരിക്കാൻ അയാളുടെ ഈഗോ അയാളെ സമ്മതിക്കുന്നില്ല. ഡാനിയൽ എന്തോ ഭ്രാന്ത് പിടിച്ച പോലെ സാമിന്റെ മുറിയിൽ ഫോട്ടോസ് തിരയുമ്പോൾ ജെസി സാമിനോട് ആ ഫോട്ടോസ് എവിടെയാണ് വെച്ചതെന്ന് അവരോട് പറയാനായി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ആ ഫോട്ടോസ് എവിടെയാണെന്ന് അവനറിയില്ല. അതുപോലെ അവനല്ല അതെടുത്തതെന്നും സാം പറയുന്നു. അതിന് മറുപടിയായി ജെസി സാമിനോട് സാൻഡ്മാൻ ഒന്നും റിയൽ ആയിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സാം ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇതേ സമയം ലെയ്സി സാമിനെ കുറിച്ച് ഡാനിയലിനോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് അവനെ തെറാപ്പിക്ക് കൊണ്ടുപോകണമെങ്കിൽ കാശ് എവിടെന്ന് കൊടുക്കും എന്നാണ്. അത് കേൾക്കുന്ന ലെയ്സിക്ക് നല്ല ദേഷ്യം വരുന്നു. കാരണം സാം അവരുടെ മകനാണ്, അല്ലാതെ ഒരു കേബിൾ ബിൽ ഒന്നുമല്ലല്ലോ എക്സ്പെൻസ് നോക്കാൻ. അതും പറഞ്ഞ ലെയ്സി അവളുടെ സുഹൃത്തിന്റെ മകൾ ഷെല്ലിക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവളോട് സംസാരിച്ച ഒരാളെ കുറിച്ച് പറയുന്നു. അവർ അധികം പൈസ ഒന്നും വാങ്ങിയില്ല എന്ന് കേൾക്കുന്ന ഡാനിയലിന്റെ അടുത്ത പ്രശ്നം ഇവിടെ കാശിന് ബുദ്ധിമുട്ടുള്ള കാര്യം ലെയ്സി അവളുടെ ഫ്രണ്ടായ ക്യാരനോട് പറഞ്ഞോ എന്നതായിരുന്നു. മൊത്തത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഡാനിയൽ അവിടെ ചെയ്യുന്നത് കാണുന്ന ലെയ്സി അയാളോട് ഉറക്കെ ഇതെല്ലാം നിർത്താനായി ആവശ്യപ്പെടുന്നു. അത് കേട്ടവിടെ ഇരിക്കുന്ന ഡാനിയൽ ചെവിയുടെ പിറകിലായി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്ന ലെയ്സി എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എന്തോ കടിച്ചതാണെന്ന് ഡാനിയൽ പറയുന്നു. അടുത്ത ദിവസം രാവിലെയാകുമ്പോൾ സാമിനെയും കൊണ്ട് ഡാനിയൽ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ലെയ്സിയുടെ ഫ്രണ്ട് ക്യാരന്റെ ഭർത്താവ് നമ്മുടെ ഡാനിയലിനോട് സാമിനെ ഒരു തെറാപ്പിസ്റ്റിനെ കാണിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഡാനിയൽ ഉഴപ്പുമ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സാം അവന്റെ പാന്റിൽ മുള്ളുന്നു. അതുകണ്ട് കുട്ടികളെല്ലാം അവനെ ചുറ്റും നിന്ന് കളിയാക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ച് ഡാനിയൽ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സാമാണെങ്കിൽ ഏതോ മായാലോകത്ത് നിൽക്കുന്ന പോലെ ഒരേ സ്ഥലത്തേക്ക് നോക്കി സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഡാനിയൽ സാമിനെ അപ്പോൾ തട്ടി വിളിക്കുമ്പോൾ അവൻ എന്തോ കണ്ട് പേടിച്ച പോലെ ഉറക്കെ നിലവിളിക്കുന്നു. അത് കേട്ട് എല്ലാവരും സാമിനെ ശ്രദ്ധിക്കുമ്പോൾ ഡാനിയലും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ പേടിച്ചു നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഡാനിയൽ ഈ വിവരം ലെയ്സിയെ വിളിച്ചറിയിക്കുന്നു. സാമിനിപ്പോൾ കുഴപ്പമില്ല എന്നറിയുമ്പോൾ അവൾക്കും ആശ്വാസമാകുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്ത് സാമിന്റെ മുറിയിൽ അലക്കാനുള്ള തുണികൾ എടുക്കുമ്പോൾ സാം വരച്ച ഒരു ചിത്രം ലെയ്സിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒരു വീടും അതിനടുത്ത് ഒരു കുട്ടിയുടെ കൈയും പിടിച്ച് ഒരു വ്യത്യസ്തമായ വലിയ രൂപമായിരുന്നു ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. അത് ശ്രദ്ധിച്ച് ആ മുറിയിൽ ലെയ്സി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ജനാലയിൽ എന്തോ വന്നടിക്കുന്നു. അതിനടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അതൊരു പക്ഷിയായിരുന്നു. ആ പക്ഷി അവരുടെ ജനാലയിലെ ചില്ലിൽ വന്നിടിച്ച് താഴേക്ക് ചത്തു വീണു. അതുകണ്ട് ലെയ്സി പയ്യെ ജനലിന്റെ വാതിലിൽ പിടിക്കാൻ പോകുമ്പോഴേക്കും 100 കണക്കിന് പക്ഷികൾ ആ ജനലിൽ വന്നിടിച്ച് ഒരുപോലെ വീഴുന്നു. ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ ഒരു സംഭവം കണ്ടവൾ നന്നായി പേടിക്കുന്നു. തുടർന്ന് അതെല്ലാം ക്ലീൻ ചെയ്യാനായും പരിശോധിക്കാനായും അധികൃതർ വരുമ്പോൾ അത് നോക്കി അടുത്തുള്ള വീടുകളിലെ ആളുകളും പുറത്തുണ്ടായിരുന്നു. ലെയ്സി ഈ വിവരമെല്ലാം ഫ്രണ്ടായ ക്യാരനോട് പറയുമ്പോൾ ജെസിയുടെ ഫ്രണ്ട് റാറ്റ്നർ അതിലൊരു പക്ഷിയെ എടുത്ത് നോക്കുന്നുണ്ട്. അത് കാണുന്ന ലെയ്സി രണ്ടുപേരോടും അതിലൊന്നും തുടരുതെന്നും അതിനെല്ലാം വല്ല അസുഖവും ഉണ്ടായിരിക്കുമെന്നും വഴക്കു പറയുന്നു. ഇതെല്ലാം കേട്ടിട്ടും റാറ്റ്നർ നല്ല ത്രില്ലിലാണ്. കാരണം അവന്റെ ചിന്ത ഇതൊരു പകർച്ചവ്യാധി വരുന്നതിനുള്ള തുടക്കമാണെങ്കിൽ എല്ലാവരും ക്വാറന്റൈനിൽ ആകുമല്ലോ എന്നതാണ്. അതൊക്കെ നല്ല രസമായിരിക്കുമെന്നാണ് അവന്റെ ധാരണ. വെറുതെയല്ല ഇവൻ കുരുത്തം കെട്ട ചെക്കനാണെന്ന് ഡാനിയൽ ആദ്യം മുതലേ പറയുന്നത്. എന്തായാലും ഇത് ചെക്ക് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കാർഡ് കൊടുത്ത് അവിടെ നിന്ന് മടങ്ങുന്നു. അങ്ങനെ അതിനെല്ലാം ശേഷം ലെയ്സിയും ഡാനിയലും ചേർന്ന് സാം ഇന്ന് പാർക്കിൽ വെച്ച് അലറി വിളിച്ച സംഭവത്തെക്കുറിച്ച് അവനോട് ചോദിക്കുന്നു. സാമിനാണെങ്കിൽ അതൊന്നും തന്നെ ഓർമ്മയില്ല. അവൻ അവിടെ കുട്ടികളുടെ കൂടെ നിന്നത് മാത്രമാണ് സാമിന് ഓർമ്മയുണ്ടായിരുന്നത്. പിന്നെ അവനല്ലാതായി മാറി എന്നാണ് സാം പറയുന്നത്. ഇതെല്ലാം കേട്ട് അച്ഛനും അമ്മയ്ക്കും ഒരേ സമയം പേടിയും വിഷമവും തോന്നുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കാശൊപ്പിച്ച് നാളെ രാവിലെ സാമിനെ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് ഡാനിയൽ പറയുന്നു. ശേഷം എല്ലാവരും ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഞെട്ടിയെഴുന്നേൽക്കുന്ന ലെയ്സി സാമിന്റെ മുറിയുടെ അടുത്തെത്തുമ്പോൾ അവനെന്തോ സംസാരിക്കുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവരോട് ഒന്നും പറയില്ല, പ്രോമിസ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇത് കേട്ട് സാമിന്റെ മുറിയിലെത്തുന്ന ലെയ്സി പെട്ടെന്നൊരു വലിയ രൂപം ആ മുറിയിൽ കണ്ട് അലറി വിളിച്ചു. പേടിച്ച് ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവിടെ സാം ഉണ്ടായിരുന്നില്ല. അതുപോലെ ആ രൂപവും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ഡാനിയലും ഓടി വന്നു. ആ രൂപം കണ്ട് പേടിച്ച ലെയ്സി അത് പറയുന്നുണ്ടെങ്കിലും ഡാനിയൽ സാമിനെ കാണാതെ വിളിക്കുകയായിരുന്നു. അവിടെയെല്ലാം ലൈറ്റ് ഓണാക്കി നോക്കിയിട്ടും സാം എവിടെയും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ജെസിയും ബഹളം കേട്ട് എഴുന്നേറ്റു.
എഴുന്നേറ്റു. അങ്ങനെ ഡാനിയൽ പെട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ബോധം നഷ്ടപ്പെട്ട പോലെ പുറത്തേക്ക് നടക്കുകയായിരുന്നു നമ്മുടെ സാം. അവന്റെ പുറകെ പോകുന്ന ഡാനിയൽ വീടിന്റെ ഡോർ തുറക്കുമ്പോൾ സെക്യൂരിറ്റി അലാം ഓണാക്കുന്നുണ്ട്. അങ്ങനെ സാമിന്റെ പുറകെ ചെന്ന് അവനെ ഡാനിയൽ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും സാം മറ്റേതോ ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ നിൽക്കുകയായിരുന്നു. അവസാനം അവന് ബോധം വരുമ്പോൾ നമ്മളെന്താ വീടിന് വെളിയിൽ നിൽക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അവന് ഇത്രയും നേരം എന്താണ് സംഭവിച്ചത് എന്ന് പോലും സാമിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സാമിനെ ലേസി സമാധാനിപ്പിച്ച് ഉറക്കിയപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഡാനിയലിന്റെ സംശയം സാം പുറത്തേക്ക് പോയപ്പോൾ ആ സെക്യൂരിറ്റി അലാം എന്താണ് വർക്ക് ചെയ്യാത്തത് എന്നതായിരുന്നു. അവന് പുറകെ ഡാനിയൽ പോയപ്പോൾ മാത്രമാണല്ലോ ആ അലാം അടിച്ചത്. എന്തായാലും നാളെ സിസ്റ്റം ചെക്ക് ചെയ്യാൻ ആള് വരുമെന്നവൻ പറയുമ്പോൾ ലേസി വീണ്ടും സാമിന്റെ മുറിയിൽ ഒരു രൂപം കണ്ട കാര്യം പറയുന്നു. എന്നാൽ ഡാനിയൽ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നതേയില്ല. ജനൽ പൂട്ടിയിരുന്നു. പിന്നെ ആ മുറിയുടെ വാതിൽക്കൽ ലേസിയും നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാളെങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടും എന്നതായിരുന്നു ഡാനിയലിന്റെ ചോദ്യം. അതിനുള്ള ഉത്തരം ലേസിയുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലേസി എന്തൊക്കെ പറഞ്ഞിട്ടും ഡാനിയൽ അവളെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാരണം ലേസി ഓരോന്ന് ചിന്തിച്ചെടുക്കുന്നു എന്നാണ് അയാളുടെ വിശ്വാസം. ഇതേസമയം ഡാനിയലിന്റെ ചെവിയുടെ പുറകിൽ ചൊറിഞ്ഞ് അതൊരു വ്രണം പോലെ ചുവന്ന് വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം ജെസ്സി ലേസി ജോലി സംബന്ധമായി വിൽക്കാനിട്ടിരിക്കുന്ന വീടിന്റെ ലോക്ക് പാസ്വേഡ് മനസ്സിലാക്കി ആ വീട്ടിലേക്ക് പോകുന്നു. കുറച്ചു സമയത്തിന് ശേഷം റാഗ്നറും പുറകെ 2 പെൺകുട്ടികളും അങ്ങോട്ടേക്ക് വരുന്നുമുണ്ട്. അതിലൊരു പെൺകുട്ടി നമ്മൾ നേരത്തെ കണ്ട ഷെല്ലിയായിരുന്നു. അവരവിടെ ആരും അറിയാതെ കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും വന്നതായിരുന്നു. ഈ വീടിനെ കുറിച്ച് മറ്റാരും അറിയരുതെന്ന് ജെസ്സി ഷെല്ലിയെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഷെല്ലി ജെസ്സിയോട് കുറച്ച് ക്ലോസ് ആയി പെരുമാറുമ്പോൾ അവൻ റാഗ്നറുടെ കൂടെ കണ്ട വീഡിയോസിലുള്ള പോലെ അവളോട് മോശമായി ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ അവൾ അവനെ തള്ളി മാറ്റുന്നുണ്ടെങ്കിലും അവൾക്കെന്തോ അവനോട് ഒരു താല്പര്യം തോന്നുന്നത് കൊണ്ടുതന്നെ അവനെ കിസ് ചെയ്യുന്നു. ആക്ച്വലി അതിനുശേഷം ജെസ്സി വളരെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. കുറെ നാളായി അവന്റെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള യാതൊന്നും തന്നെ നടക്കുന്നതേയില്ലല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇടയ്ക്കിടെ ഓഫാകുമ്പോൾ അവൻ സൈക്കിൾ നിർത്തി അവിടെയെല്ലാം നോക്കുന്നുണ്ട്. ആ ലൈറ്റിനു താഴെ ഒരു രൂപം നടന്നു പോകുന്നത് നമുക്ക് കാണാം. പക്ഷെ യാതൊന്നും തന്നെ മനസ്സിലാകാതെ ഭയത്തോടുകൂടി അവൻ വീട്ടിലേക്ക് തന്നെ പോകുന്നു. അതിനുശേഷം നമ്മൾ ഡാനിയലിനെ കാണുമ്പോൾ അവൻ വീട്ടിലെ എല്ലാ സ്ഥലത്തും ക്യാമറാസ് എല്ലാം ഫിക്സ് ചെയ്ത് വീഡിയോസ് ചെക്ക് ചെയ്യുകയാണ്. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവർ ഈ ക്യാമറയിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന ചിന്തയാണ് ഡാനിയലിന്. ഇതിനെപ്പറ്റി നമ്മുടെ സാമും ജെസ്സിയും വാക്കി ടോക്കിയിൽ സംസാരിക്കുമ്പോൾ സാമിന് നല്ല പേടിയുണ്ട്. അത് മനസ്സിലാക്കുന്ന ജെസ്സി പറയുന്നത് നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നതായിരുന്നു. അന്ന് രാത്രി മുഴുവൻ ആ മുറിയിലിരുന്ന് ഡാനിയൽ ക്യാമറ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കെപ്പോഴോ അയാൾ ഉറങ്ങിപ്പോകുന്നു. നേരം വെളുത്ത് വീഡിയോ റിവൈൻ ചെയ്ത് നോക്കുമ്പോൾ വെളുപ്പിന് 2:30 മുതൽ 3 വരെയുള്ള ഫൂട്ടേജ് എല്ലാം അതിൽ ഗ്ലിച്ചായി പോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് മനസ്സിലാകാതെ നോക്കുകയാണ് ഇവിടെ ഡാനിയൽ. പിന്നീട് രാവിലെ ലേസി ആ വീട് വിൽക്കാൻ അടുത്ത ക്ലയന്റുമായി പോകുമ്പോൾ അവരുമായി സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ലേസിക്ക് സംസാരിക്കാൻ പറ്റാതാകുന്നു. സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട പോലെ അവൾ മുൻപിലുണ്ടായിരുന്ന ഗ്ലാസിൽ വീണ്ടും വീണ്ടും തലയടിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ലേസി വീട്ടിലെ മുറിയിൽ കിടക്കുകയാണ്. ഏതോ സ്വപ്നം കണ്ട പോലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ തലയിൽ ആ മുറിവ് കണ്ട് അവൾ ഞെട്ടുകയാണ്. അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു കോളും വരുന്നു. അത് അവളുടെ ജോലി സ്ഥലത്ത് നിന്നായിരുന്നു. അയാൾ പറയുന്നത് ക്ലയന്റിനെ വീട് കാണിക്കുന്നതിനിടയിൽ ലേസി എന്തോ സമനില തെറ്റിയ പോലെ പെരുമാറിയെന്നും അവർ 911 വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ലേസി വീട് വിട്ടുപോയി എന്നും ക്ലയന്റ് മെസ്സേജ് അയച്ചു എന്നാണ്. അത് കേട്ട് സമയം നോക്കുന്ന ലേസി ഞെട്ടുകയാണ്. കാരണം ഇപ്പോൾ സമയം വൈകുന്നേരം 3:15. അപ്പോൾ ഓഫീസിൽ നിന്നും വിളിച്ചയാൾ പറയുന്നത് ഈയിടെയായി ലേസിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എല്ലാം ഓക്കെ ആയതിനു ശേഷം ജോലിക്ക് വന്നാൽ മതിയെന്നാണ്. അതും പറഞ്ഞാൽ കോൾ കട്ട് ചെയ്യുമ്പോൾ ലേസിക്ക് ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറയാൻ അവൾക്ക് സാധിച്ചില്ല. വീണ്ടും അടുത്ത കോൾ റിംഗ് ചെയ്യുമ്പോൾ ഓഫീസിൽ നിന്നാണെന്ന് കരുതി ലേസി സംസാരിക്കുന്നുണ്ടെങ്കിലും അത് നാഷണൽ വൈൽഡ് ലൈഫ് സെന്ററിൽ നിന്നുമായിരുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ കുറെ കിളികൾ അൺയൂഷ്വലായി വന്ന് ചത്തിരുന്നല്ലോ. ആ സംഭവം അന്വേഷിച്ചതിനെ തുടർന്ന് അവർക്ക് ഉത്തരങ്ങളെക്കാൾ അധികം ചോദ്യങ്ങളാണ് കിട്ടിയത്. കാരണം ആ കിളികൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലും കൗതുകം നിറഞ്ഞ കാര്യം ആ പക്ഷികളെല്ലാം 3 വ്യത്യസ്ത പറ്റങ്ങളിൽ നിന്നുമുള്ളതാണ്.
അവർ കരുതിയ പോലെ ഒരൊറ്റ കൂട്ടമായി വന്നതായിരുന്നില്ല. അപ്പോൾ 3 സ്ഥലങ്ങളിൽ നിന്നും വന്ന പക്ഷികൾ എങ്ങനെയാണ് ഒരേ സ്ഥലത്ത് വന്ന് ഒരുപോലെ പെരുമാറിയതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അതൊരു അസാധാരണ സംഭവമായതുകൊണ്ട് തന്നെ ലെയ്സി ഗൂഗിളിലെല്ലാം അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അത് കണക്ട് ചെയ്ത് ഓരോന്ന് സെർച്ച് ചെയ്ത് പോയപ്പോൾ അതിന്റെ തിയറികളും എഡ്വിൻ പൊള്ളാർഡ് എന്നു പേരുള്ള ഒരാളുടെ പോസ്റ്ററിൽ നിന്നും ലെയ്സിയുടെ അടുക്കളയിൽ കണ്ട പോലത്തെ കാര്യങ്ങളുടെ ഫോട്ടോസും സാം വരച്ച ചിത്രം പോലത്തെ ചിത്രങ്ങളും കണ്ട് ലെയ്സി ഞെട്ടുന്നു. എന്നാൽ ഇതേ സമയം മറ്റൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയായിരുന്നു ഡാനിയൽ. അയാൾ ആ ജോലിയിൽ സെലക്ട് ആവുകയും ചെയ്തു. ആ സന്തോഷത്തിൽ വീട്ടിലേക്കെത്തുന്ന ഡാനിയലിനോട് ഇന്ന് നടന്ന കാര്യങ്ങളും അവൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും തന്നെ പറയാൻ ലെയ്സിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവർ പുതിയ ജോലി സെറ്റായ സന്തോഷത്തിൽ ഡ്രിങ്ക്സ് എല്ലാം അടിച്ച് എൻജോയ് ചെയ്യുന്നു. അന്നത്തെ രാത്രി സാം ക്യാരന്റെ വീട്ടിലും ജെസ്സി റാറ്റ്നറുടെ വീട്ടിലുമാണ് സ്റ്റേ ചെയ്തത്. രാത്രി ഏറെ വൈകി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ലെയ്സി ഡാനിയലിനെ കാണാതെ തിരയുമ്പോൾ അയാൾ മുൻപ് സാം നിന്ന പോലെ വീടിന് പുറത്ത് നിൽക്കുകയായിരുന്നു. വായും തുറന്ന് ബോധമില്ലാതെ നിന്നിരുന്ന ഡാനിയലിനെ ലെയ്സി വിളിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മൂക്കിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി.